പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ നരേന്ദ്രമോദിയെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു കാര്യം സകല ആളുകളും ആദ്യമേ തന്നെ തിരിച്ചറിയാ, നമ്മുടെ കേരളത്തിലെ സകല കമ്മികളും പെട്ടിരിക്കുക. ഒന്നൊന്നര പെടലാണ് കമ്മികൾ പെട്ടിരിക്കുന്നത്. ഏതായാലും മോഹൻലാൽ മോദിയെ കുറിച്ച് പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കൊടുക്കാം. അതിനുശേഷം അദ്ദേഹം നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞതിന്റെ പൂർണ്ണ പരിഭാഷയും ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കേട്ടോക്കൂ. So many qualities. First thing I'll say, love towards, you cannot call this to the nation, the kind of, he spreads love. When you stand near to him, you can feel the love. Seriously. The kind of Josh he's just producing. That is the kind of aura he has got. And commitment is a great thing. Like, he's a leader. He's not a politician. The kind of commitment to the, it's like the kind commitment of he loves his mother. ഞാൻ അദ്ദേഹം നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞതിന്റെ പൂർണ്ണ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം സ്നേഹമാണ്. സ്നേഹം അത് രാജ്യത്തോടുള്ളത് മാത്രമല്ല, അദ്ദേഹം സ്നേഹം പടർത്തുന്ന ആളാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ സത്യമായിട്ടും ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ആ ഒരു ഊർജം, അതാണ് അദ്ദേഹത്തിന്റെ പ്രഭാവം. പ്രതിബദ്ധത വലിയൊരു കാര്യമാണ്. അദ്ദേഹം ഒരു നേതാവാണ്, വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല. രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അമ്മയോടുള്ള സ്നേഹം പോലെയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നു. ഞാനും എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു. പക്ഷേ അദ്ദേഹം രാജ്യത്തെ തന്റെ അമ്മയായി കാണുന്നു. അതൊരു വലിയ ഗുണമാണ്. അദ്ദേഹത്തിന് ഈഗോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഈഗോ ഇല്ല. അദ്ദേഹം എപ്പോഴും ഒരു ധ്യാനാവസ്ഥയിലുള്ള വ്യക്തിയെ പോലെയാണ്, കൂടുതലായി ഒരു യോഗിയെ പോലെയാണ്. അദ്ദേഹം തികച്ചും സ്വതന്ത്രൻ ആണ്. അദ്ദേഹത്തിന് മറ്റു ബാധ്യതകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ 3 വാക്കുകളിൽ ഒതുക്കാൻ എനിക്ക് കഴിയില്ല. അദ്ദേഹം ധാരാളം കാര്യങ്ങളുടെ മനോഹരമായ ഒരു കൂടിച്ചേരലാണ്. അതുകൊണ്ട് ഇതാണ് ആ 3 ഗുണങ്ങൾ എന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹം പങ്കുവെക്കുന്ന സ്നേഹം, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ബുദ്ധഗയയിൽ പോകുമ്പോൾ ഒരു പക്ഷേ 100 മൈൽ അകലെ വെച്ച് തന്നെ ആ നിശബ്ദത നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തിപരമാണ്. അതാണ് എന്നെ സംബന്ധിച്ച് നരേന്ദ്രമോദിജി പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ പ്രിയ നടൻ എന്നറിയപ്പെടുന്ന മോഹൻലാൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കമ്മികളുമായി ബന്ധപ്പെട്ട് ഒന്നൊന്നര വീഡിയോ മോഹൻലാലുമായി ബന്ധപ്പെട്ട് അങ്ങ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. മോഹൻലാലും പിണറായി വിജയനും ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ നടക്കുന്നു. നമ്മുടെ കേരളത്തിലെ സകല കമ്മികളും അത് പൊക്കി ആഘോഷിച്ച് കൊണ്ടാടി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാ അവരുടെയൊക്കെ മണ്ടക്കടിയേറ്റതുപോലെ മോഹൻലാല് തന്റെ അനുഭവത്തിലുള്ള മോദിയെ കുറിച്ച് പച്ചക്കങ്ങ് വിളിച്ചു പറഞ്ഞത്. ഇതിനും നല്ലത് യഥാർത്ഥത്തിൽ മോഹൻലാലിന് കമ്മികളുടെ കരണം നോക്കി 2 കൊടുക്കുന്നതായിരുന്നു. ഹെജാതി അടിയാണ് മോഹൻലാൽ അടിച്ചിട്ടുള്ളത്. അദ്ദേഹം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ആ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം അങ്ങ് പച്ചക്ക് തുറന്നു വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കമ്മികൾ അങ്ങ് പെട്ടുവിരിക്കുന്നു. എന്തൊക്കെ ഹൈപ്പായിരുന്നു. ഇവിടെ ഇന്റർവ്യൂ ആയി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരുമിച്ച് 20 എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇന്റർവ്യൂ ഇറക്കുന്നു. ഓരോ ഭാഗങ്ങളായിട്ട് അതിന്റെ പ്രൊമോ വീഡിയോകൾ എല്ലാ ചാനലുകളിലും ഒരുമിച്ച് ഇറക്കുന്നു. എന്തൊക്കെ തരികട പരിപാടികളുമായിട്ട് ഇവിടെ സകല കമ്മികളും നിറഞ്ഞാടി. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? ഇത് പിണറായി വിജയനും മോഹൻലാലും നടത്തിയ ഇന്റർവ്യൂ അല്ല, മോദി എന്ന നമ്മുടെ രാജ്യത്തെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദിയെ കുറിച്ച് മോഹൻലാൽ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ കേരളത്തിലെ കമ്മി ജിഹാദികൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക?
സകലതിനും ഇപ്പോ വിറളി പൂണ്ടിട്ടുണ്ടാവും, കുരുപൊട്ടി ഒലിക്കുന്നുണ്ടാവും സകല കമ്മി ജിഹാദികൾക്കോ. കാരണം എന്താ, മോദി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ആളുകളുണ്ട്, സകല മോദി വിരുദ്ധരും ഉറഞ്ഞതുള്ളയ്യ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതാണ് ഇതാണ്. അവരൊക്കെ ഇപ്പോ എന്ത് പറയുന്നു? മോദി എന്താണ്? മോദി വെറും ഒരു രാഷ്ട്രീയക്കാരൻ പോലുമല്ല, അദ്ദേഹം ഒരു നേതാവാണ്. ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവ്. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എത്ര സുന്ദരമായിട്ടാണ് മോഹൻലാൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും വെറുതെ അങ്ങ് മോഹൻലാലും വിളിച്ചു പറയല്ല. ലോകം ഇന്ന് യുദ്ധഭീതിയില, യുദ്ധം കൊടുമ്പിരി കൊള്ളുക. ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു, അമേരിക്ക ഒരു ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ ലക്ഷ്യമില്ലാതെ സകലയിടത്തേക്കും ആക്രമണങ്ങൾ നടത്തുന്നു. ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നമ്മുടെ മണ്ണിലേക്ക് വരുന്നില്ല. അത് വെറുതെ വരാതിരിക്കല്ല, കൃത്യമായ ദീർഘവീക്ഷണമുള്ളൊരു ഭരണാധികാരി നമ്മുടെ രാജ്യം ഭരിച്ചതുകൊണ്ടാ. നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധി ആയിരുന്നു രാജ്യം ഭരിക്കുന്നത് എങ്കിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ. നമ്മുടെ കേരളത്തിലെ ജിഹാദികൾക്ക് വേണ്ടി, രാജ്യത്തെ ജിഹാദികൾക്ക് വേണ്ടി ഇറാനൊപ്പം നിന്ന് നമ്മുടെ രാജ്യത്തെ സൈനിക സംവിധാനങ്ങളെ ഉപയോഗിക്കുമായിരുന്നു. രാഹുൽ ഗാന്ധി ആയിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചത് എങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയും കൂട്ടരും കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ലോകം ഇന്ന് യുദ്ധഭീതിയിൽ നിൽക്കുമ്പോ നമ്മളും യുദ്ധഭീതിയിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ലോകം യുദ്ധഭീതിയിൽ നിൽക്കുമ്പോഴും നമ്മളെല്ലാവരും സുന്ദരമായിട്ട് സമാധാനത്തിൽ, സൗകര്യങ്ങളിൽ, സുരക്ഷയിൽ മുന്നോട്ട് പോകുന്നു. അത് നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഒരാളും ഒരിക്കലും മറക്കരുത്. നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യം നമ്മുടെ രാജ്യത്തിന് ഒരു കാലത്തും സമാധാനം തന്നിട്ടില്ല. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം നമ്മുടെ രാജ്യത്തെ ചൊറിയാൻ, നമുക്കറിയാം, പൊട്ടിത്തെറിക്കാനായിട്ട് പാകിസ്ഥാനിൽ കുറെ മതഭീകരരുണ്ടല്ലോ. അവര് വന്ന് പൊട്ടിത്തെറികൾ അവിടെയും ഇവിടെയുമായിട്ട് നടത്തിയാൽ അതിന് നന്നായിട്ട് അങ്ങ് മറുപടി കൊടുക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ പോലും ഇപ്പോ അടങ്ങി നിൽക്കുകയാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യവും അടങ്ങി നിൽക്കുന്നു നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാ. നമ്മുടെ രാജ്യത്തേക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു അടി അവരടിച്ചാൽ അടിക്ക് തിരിച്ചടി എന്നുള്ളത് രാത്രിക്ക് രാത്രിയായിരിക്കും. നമ്മുടെ രാജ്യത്ത് 175 പേരെ കൊല ചെയ്ത മുംബൈ ഭീകരാക്രമണത്തിന് കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് തിരിച്ചടിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് 26 പേര് കൊല്ലപ്പെട്ടതിന് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ രാത്രിക്ക് രാത്രി നമ്മൾ കീറി അങ്ങ് മുറിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് സമാധാനമുള്ളത് നരേന്ദ്രമോദി എന്ന ആ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ഉള്ളത് കൊണ്ട് തന്നെയാ. ഇതൊക്കെ മോഹൻലാലും തിരിച്ചറിയില്ലേ? നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും മോഹൻലാലിനും ഈ രാജ്യത്തെ എല്ലാ ആളുകളും തിരിച്ചറിയാ. അതുകൊണ്ട് തന്നെയാ പറയുന്നത്, വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു നേതാവാണ്. മോഹൻലാലിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം യാഥാർത്ഥ്യ, ഇനി ഇതിലപ്പുറം നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ മോഹൻലാലിനെ കൊണ്ടാവില്ല. അത്രത്തോളം അദ്ദേഹം അദ്ദേഹത്തോട്, അതായത് നരേന്ദ്രമോദിയോടുള്ള ബഹുമാനം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. ഇവിടെ ജിഹാദികളും കമ്മികളും കൊങ്ങികളും അല്ലാത്ത രാജ്യത്തെ സ്നേഹിക്കുന്ന സകല നിഷ്പക്ഷ ആളുകളും നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ അംഗീകരിക്കുന്നു. ജിഹാദികളും കമ്മികളും ഒരിക്കലും അംഗീകരിക്കില്ല. അവർക്ക് ഈ രാജ്യം കുട്ടിച്ചോറാക്കണാണല്ലോ ലക്ഷ്യം. ഏതായാലും മോഹൻലാലിനെ ഇനി സംഘിയാക്കുമോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം.